ഇതേപോലെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്കൊന്നൊരു കിണ്ണത്തപ്പായാലോ. അപ്പൊ നോക്കല്ലേ വീഡിയോ, സമയം കളയണ്ട, പോയാലോ നമുക്ക്. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് ഒരെണ്ണാമത്തെ ഉണ്ടാക്കാൻ പറ്റേ. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരു കപ്പ് ജാഗറി, അത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയി സൈഡിലേക്ക് വയ്ക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇടാം. അതിലേക്ക് 50 ഗ്രാം കശുവണ്ടിപ്പരിപ്പ്, ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ 2 കപ്പ് പഴം ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയത്, അതും ആ നെയ്യിലേക്ക് ഇട്ടിട്ട് 5 മിനിറ്റ് നേരം നമുക്കങ്ങോട്ട് വഴറ്റാം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മുന്തിരി, അതും ചേർക്കുക 25 ഗ്രാം, അതും ഇട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു നാളികേരം നന്നായി ചിരകിയത്, അതും അതിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ജീരകം ഇടാം, അതും ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ജാഗറി അതങ്ങോട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും മിക്സ് ചെയ്യുക, തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക, അങ്ങോട്ട് മാഷ് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്തേക്കാം. ഇതേപോലെ അപ്പം എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ടും ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അതും ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ വഴി വെച്ച പ്ലാന്റൈനും ഇട്ട് കുറച്ച് ഏലക്കായും ചേർത്ത് ആ ചൂടോടുകൂടി അങ്ങോട്ട് കുഴയ്ക്കാം. അതിനുള്ളിലേക്ക് ഒന്നല്ലെങ്കിൽ വെള്ളം 1 കപ്പ് അല്ലെങ്കിൽ നാളികേരപ്പാൽ അതും ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുത്താം. ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് അങ്ങോട്ട് നെയ്യ് അങ്ങോട്ട് ചേർത്ത്, അത് നെയ്യ് വെച്ചൊന്ന് പരത്തി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുക. പിന്നെ സ്റ്റീം ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ കുക്കറോ അല്ലെങ്കിൽ സ്റ്റീമറോ ഉപയോഗിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വയ്ക്കാം. അടച്ചു വെച്ചൊരു 12 മിനിറ്റ് നേരം കുക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പഴം കൊണ്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വെച്ചും കട്ട് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചേക്കാം. ഇതാണ് പഴം കൊണ്ടൊരു കിണ്ണത്തപ്പം. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ആസ്വദിച്ച് നേരണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.